അപ്പോൾ നമുക്ക് ഇന്നും എന്താണ് ചിത്രകഥയിലൂടെ ഹിന്ദി പഠിച്ചാലോ? ചിത്രകഥയിലൂടെ നമുക്ക് ഹിന്ദി പഠിക്കാം. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ചിത്രകഥ എന്താണെന്ന് നോക്കൂ. ഒരു എലി ഉണ്ട്, പെൻസിലും ഉണ്ട് അല്ലേ? എലിക്ക് പെൻസിൽ കിട്ടി. പെൻസിൽ ആകെ ഭയപ്പെട്ട് നിൽക്കുകയാണ്. എലിക്ക് വിശന്ന് നിൽക്കുന്ന എലിക്കാണ് എന്ത് കിട്ടിയത്? പെൻസിൽ കിട്ടിയത്. അപ്പൊ എലി ആ പെൻസിലിനെ തിന്നുകയാണ് അല്ലേ? അപ്പൊ ഈ പെൻസിൽ എന്തോ പറയുന്നുണ്ട്, മുജേ ചോടുതോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നീട് ഈ പെൻസിൽ എന്താ ചെയ്യുന്നത്? ചിത്രം വരയ്ക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ആ ചിത്രം എന്തായിരുന്നു? പൂച്ചയാണ്. ആ പൂച്ചേനെ കണ്ടിട്ട് ഈ എലി പേടിച്ച് ഓടുന്നു അല്ലേ? അപ്പൊ ഈ ചിത്രത്തിൽ എന്തൊക്കെയാ ഉള്ളത് നമുക്ക് ആദ്യം നോക്കാം. പെൻസിലിന് പെൻസിൽ എന്ന് തന്നെ പറയും. എലി നമ്മൾ നേരത്തെ പഠിച്ചു, ചൂഹ. അതുപോലെ തന്നെ ഇതാ ചൂഹ തന്നെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ബില്ലി അല്ലേ? അത്രേ ഉള്ളൂ പിക്ചർ ഉള്ളത്, ബില്ലി ഉള്ളൂ. ഇനി നമുക്ക് ഇതിന്റെ സെന്റൻസ് നോക്കാം. बिल्ली को देखकर चूहा भाग गया. ബില്ലിക്കോ ദേക്കുക പറഞ്ഞാൽ പൂച്ചയെ കണ്ടിട്ട്, ചൂഹ എലി, ഭാഗുകയ ഓടിപ്പോയി. അതെവിടെയാണുള്ളത്? ഇതാണ് അല്ലേ? പൂച്ചയെ കണ്ടിട്ട് എലി ഓടിപ്പോയത് എവിടെയല്ല ഉള്ളത്? ഇതാണ് പൂച്ചേനെ കണ്ടിട്ട് എലി ഓടിപ്പോയത്. ബൂക്കെ ചൂഹേക്കോ ഏക്ക് പെൻസിൽ മിലി. മിലി പറഞ്ഞാൽ കിട്ടി, ലഭിച്ചു. പെൻസിൽ മിലി പറഞ്ഞാൽ പെൻസിൽ ലഭിച്ചു. ആർക്ക്? ബൂക്കെ ചൂഹേക്കോ. എന്താ ബൂക്കെ ചൂഹെ എന്ന് പറഞ്ഞാല്? വിശന്ന എലിക്ക്, വിശന്ന് വലഞ്ഞ എലിക്ക് എന്ത് കിട്ടി? ഒരു പെൻസിൽ കിട്ടി. വിശന്ന് വലഞ്ഞ എലിക്ക് പെൻസിൽ കിട്ടിയത് എവിടെയാണ്? ഇതാണ് അത് അല്ലേ? വിശന്ന് വലഞ്ഞ എലിക്ക് പെൻസിൽ കിട്ടി. पेंसिल ने कहा मुझे छोड़ दो मैं तुम्हारे लिए चित्र गींज दूंगी. പെൻസിൽ എന്താ പറഞ്ഞത്? പെൻസിലിനെ കഹ, പെൻസിൽ പറഞ്ഞു. മുജേ ചോടുതോ, എന്നെ വിടൂ. മുജേ ചോടുതോ എന്താ? മുജേ ചോടുതോ എന്നെ വിടൂ. മേം തുമാരെ ലിയെ ചിത്ര ഗീഞ്ച് ദൂങ്കി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചിത്രം ഗീഞ്ച് ദൂങ്കി വരച്ചു തരാന്ന് പറയണം. ഗീഞ്ച് ദൂങ്കി പറഞ്ഞ വരച്ചു തരാം. ദേന പറഞ്ഞ നൽകുക. ദൂങ്കി എന്ന് പറഞ്ഞാല് തരാം. അത് മേം ആയതുകൊണ്ടാണ് കേട്ടോ ദൂങ്കി വരുന്നത്. ചിത്ര ഗീഞ്ച് ദൂങ്കി, ചിത്രം വരച്ചു തരാം. എവിടെ? എന്നെ വിടൂ, ഞാൻ ചിത്രം വരച്ചു തരാന്ന് പറയുന്നത് ഇതാണ് അല്ലേ? എന്നെ വിടൂ, ഞാൻ ചിത്രം വരച്ചു തരാം എന്ന് പറയാണ് പെൻസിൽ. ഇനി അടുത്തത് നോക്കാം. പെൻസിൽ ചിത്ര ഗീഞ്ചിനെ ലഗി. പെൻസിൽ ചിത്രം ഗീഞ്ചിനെ ലഗി വരയ്ക്കാൻ തുടങ്ങി. ലഗ് എന്ന് പറഞ്ഞാൽ തുടങ്ങുക എന്നാണ് അർത്ഥം. ലഗി തുടങ്ങി. ലഗ്, സക്ക് ചുക്ക് ലഗ് ദേ ചാഹ് അതൊക്കെ എന്താണ്? സഹായക ക്രിയയാണ്. ലഗ് എന്താണ്? ഇവിടെ തുടക്കം, തുടങ്ങി. ഗീഞ്ചിനെ ലഗി വരയ്ക്കാൻ തുടങ്ങി. പെൻസിൽ ചിത്ര ഗീഞ്ചിനെ ലഗി, പെൻസിൽ എന്താ ചെയ്യാൻ തുടങ്ങിയത്? ചിത്ര ഗീഞ്ചിനെ ലഗി ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ഉണ്ടോ? പെൻസിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങണേ. അപ്പൊ അത്രയും സെന്റൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഒന്നാമത്തെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താണ് നമ്മൾ ഇതിൽ കണ്ട സെന്റൻസ്? എന്തായിരുന്നു? എലിക്ക് പെൻസിൽ കിട്ടി. അങ്ങനെ പറയും. ചൂഹെ, ബൂക്കെ ചൂഹയാണ് അല്ലെ? ബൂക്കെ ചൂഹേക്കോ ഏക്ക് പെൻസിൽ മിലി. കണ്ട? ബൂക്കെ ചൂഹേക്കോ ഏക്ക് പെൻസിൽ മിലി. വിശന്ന് വലഞ്ഞ എലിക്ക് ഒരു പെൻസിൽ കിട്ടി. അടുത്തത് മുജേ ചോട് ദോ മേ തുമാരെ ലിയെ ചിത്ര ഗീഞ്ച് ദൂങ്കി. എന്നെ വിടൂ, ഞാൻ നിങ്ങൾക്ക് ചിത്രം വരച്ചു തരാം എന്നാണ് ഇവിടെ പറഞ്ഞത്. മുജേ ചോടോ മേ തുമാരെ ലിയെ ചിത്ര ഗീഞ്ച് ദൂങ്കി. അതാണ് രണ്ടാമത്തെ പിക്ചറിലുള്ളത്. ഇനി മൂന്നാമത്തത് നോക്കാം. ചിത്രം വരയ്ക്കുകയാണ് അല്ലേ? പെൻസിൽ ചിത്ര ഗീഞ്ചിനെ ലഗി. എന്താ വരയ്ക്കുകയാണെന്ന് പറയാ? ഗീഞ്ചിന. പെൻസിൽ ചിത്ര ഗീഞ്ചിനെ ലഗി, പെൻസിൽ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. ലാസ്റ്റ് എന്താണ്? ബില്ലി കോ ദേക്കർ ചൂഹ ഭാഗ് ഗയ. ബില്ലിയെ കണ്ട് ചൂഹ ഓടി രക്ഷപ്പെട്ടു. ഭാഗ് ഗയ, ബില്ലി കോ ദേക്കർ ചൂഹ ഭാഗ് ഗയ. അപ്പൊ അത്രയാണുള്ളത്. ഇതൊന്നും നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചില്ലേ? ഭാഗ്ന ഓടിപ്പോകുക, ഭാഗ് ഗയ ഓടിപ്പോയി. അതുപോലെ തന്നെ ഭൂക്കെ വിശന്ന, മിലി കിട്ടി, ദേക്കർ കണ്ടിട്ട്, ബില്ലി പൂച്ച, ചൂഹ എലി, പെൻസിൽ മുജേ ചോടുതോ എന്നെ വിടൂ,
मैं तुम्हारे ചിത്ര ഗീഞ്ചന വരയ്ക്കുക ഗീഞ്ചു തൂങ്കി വരച്ചു തരാം എന്നാണ് ഗീഞ്ചു തൂങ്കി പറഞ്ഞാൽ ഗീഞ്ചിനെ ലഗി വരയ്ക്കാൻ തുടങ്ങി ഗീഞ്ചിനെ ലഗി വരയ്ക്കാൻ തുടങ്ങി അപ്പൊ പറയാൻ തുടങ്ങിയുള്ളതിനെ എങ്ങനെ പറയും കഹ്നെ ലഗി അല്ലെങ്കിൽ ബോൽനെ ലഗി അല്ലേ അപ്പൊ കരയാൻ തുടങ്ങി എങ്ങനെ പറയും രോനെ ലഗി ചിരിക്കാൻ തുടങ്ങി ഹസ്നേലേക്ക് അല്ലേ അപ്പോൾ നമുക്ക് ലഘു കിട്ടിയാൽ അതിൻ്റെ കൂടെ നമ്മൾ വേറെ കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ തുടങ്ങി എന്ന അർത്ഥത്തിൽ കിട്ടും ഗീഞ്ചിനയിലേക്ക് വരയ്ക്കാൻ തുടങ്ങി കഹ്നയിലേക്ക് പറയാൻ തുടങ്ങി രോനയിലേക്ക് കരയാൻ തുടങ്ങി ഹസ്നയിലേക്ക് ചിരിക്കാൻ തുടങ്ങി അങ്ങനെ ഓക്കെ അപ്പോൾ ഇത്രയാണുള്ളത് ഇതൊന്ന് നോക്കിയിട്ട് പഠിക്കാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഉപകാരമുണ്ടെങ്കിൽ ഉപകാരമുണ്ട് എന്ന കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ